പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള വചന ശുശ്രൂഷയുടെ 7-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ നിന്നും 2-ാം അധ്യായത്തിൽ നിന്നുമുള്ള വചനം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 4-ാം വാക്യം. യേശു അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്. പ്രത്യുത എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി, നിങ്ങളാകട്ടെ അധിക ദിവസങ്ങൾക്കകം പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടും. യേശുവിൻ്റെ ഈ കൽപ്പന എപ്രകാരമാണ് പാലിക്കപ്പെട്ടതെന്ന് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും ഏകമനസ്സോടെ സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഈ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 14-ാം വാക്യത്തെ വിശുദ്ധ ജോൺ ബോൾ പാപ്പ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. വത്തിക്കാൻ സ്ക്വയറിൽ ബുധനാഴ്ച തോറും സുവിശേഷം കേൾക്കുവാൻ ഒരുമിച്ചുകൂടി ജനത്തോട് മാർപ്പാപ്പ പറഞ്ഞു, പന്തക്കോസ്ത പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി കാത്തിരിക്കുന്ന സമൂഹത്തിൽ പരിശുദ്ധ മറിയത്തിനുള്ള പ്രത്യേക സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വളരെ പ്രത്യേകമായ ഒരു കാരണം തന്നെയാണ്. കന്യകാമറിയത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് ലൂക്കാ സുവിശേഷകനാണ്. എന്നാൽ ഇവിടെ ഈ 14-ാം വാക്യത്തിൽ പ്രത്യേകത ഒന്നും എടുത്തു കാണിക്കുന്നില്ലെങ്കിലും പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം എടുത്തു കാണിക്കുന്നുണ്ട്. ആ കൂട്ടായ്മയിൽ 120ഓളം പേര് ഉണ്ട്. പക്ഷേ മറിയത്തിൻ്റെ മാത്രം പേരെടുത്ത് പറയുന്നു. ഇവരെല്ലാവരും ഏക മനസ്സോടെ സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും അവൻ്റെ സഹോദരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അപ്രകാരം പ്രാർത്ഥിച്ച ആ കൂട്ടായ്മയിലേക്കാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു എന്ന് ലൂക്കാ തന്നെ രേഖപ്പെടുത്തുന്നത് 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ. പെന്തക്കോസ്താ ദിവസം തികഞ്ഞപ്പോൾ അവരെല്ലാവരും ഒരേ സ്ഥലത്തൊരുമിച്ചായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോൽ ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ ഇരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നി പോലുള്ള വിഭജിക്കപ്പെട്ട നാവുകൾ അവർക്ക് കാണപ്പെട്ടു. ഓരോന്ന് ഓരോരുത്തരുടെ മേൽ ഇരുന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞു.
ഈ വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലത്തിലാണ് വിശുദ്ധ ജോൺ പോൾ പാപ്പ കന്യകാമറിയത്തിൻ്റെ അത്യസാധാരണമായ സാന്നിധ്യത്തെപ്പറ്റി പ്രത്യേകമായി പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കുന്ന ഏത് വ്യക്തിയും ഏത് സമൂഹവും അപ്പോസ്തലന്മാർ കാണിച്ചു തരുന്ന മാതൃകയനുസരിച്ച് പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥം തേടണം. ഇത് ദൈവത്താൽ സ്ഥാപിതമായിട്ടുള്ളതാണ്. പരിശുദ്ധാത്മാവും പരിശുദ്ധ മറിയവും തമ്മിലുള്ള അനിതര സാധാരണമായ ബന്ധമാണ് ഇതിന് കാരണം. മനുഷ്യ പരിത്രാണ കർമ്മം ആരംഭിക്കുന്നത് മംഗളവാർത്തയിൽ ആണെന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ പുത്രന് ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കാനുള്ള സാധ്യതയെപ്പറ്റി സ്വർഗത്തിൽ നിന്ന് ഗബ്രിയേൽ മാലാഖ വന്ന് മറിയത്തോട് സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത പ്രവർത്തനം മറിയത്തിൽ നടക്കുന്നത് മൂലമാണ് മറിയം ദൈവപുത്രനെ ഗർഭം ധരിക്കേണ്ടതും പ്രസവിക്കേണ്ടതും. ഈ അത്യസാധാരണമായ കാര്യം എങ്ങനെ സാധിക്കും എന്ന് ഒരു ചോദ്യം പരിശുദ്ധ മറിയം ചോദിക്കുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നെ ആവരണം ചെയ്യും എന്ന മറുപടി കേട്ട ഉടനെ പരിശുദ്ധ മറിയം വിനയാന്വിതയായി ചോദ്യങ്ങളിൽ അവസാനിപ്പിച്ച് തലകുനിച്ചു. അത് വാക്കുകളിലും പ്രകടമാക്കി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ ഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിന് പൂർണ്ണമായും വിധേയപ്പെട്ട ഒരു വ്യക്തി, പരിശുദ്ധാത്മാവിന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഉപകരണമാക്കാൻ പറ്റിയ വ്യക്തി, അപ്പോൾ മുതൽ പരിശുദ്ധാത്മാവും പരിശുദ്ധ മറിയവും തമ്മിൽ അത്യഗാധമായ ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. ദൈവ കൃപ നിറഞ്ഞവൾ എന്ന നിലയിൽ മറിയം ഉത്ഭവത്തിൽ തന്നെ അപ്പോൾ മുതൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളാണെങ്കിലും ഇപ്പോൾ ബോധപൂർവം പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ ഭരണത്തിന് കയ്യാളിക്കുന്ന ഈ മംഗളവാർത്ത അവസരം മുതൽ മറിയവും പരിശുദ്ധാത്മാവും തമ്മിൽ നമുക്ക് ഊഹിക്കാൻ പോലെ സാധിക്കാത്ത ഒരു ബന്ധത്തിലേക്ക് വരികയാണ്. അപ്പോൾ മുതൽ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുന്ന ഒരാളായിട്ട് മാതാവ് മാറുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്ന ക്രിസ്തുവിൻ്റെ പരിത്രാണ രഹസ്യങ്ങളുടെ പൂർത്തീകരണത്തിലേ ആകാൻ പാടുള്ളൂ. കാരണം പരിശുദ്ധാത്മദാനം ക്രിസ്തുവിൻ്റെ പരിത്രാണ കർമ്മത്തിൻ്റെ ഫലമാണ്. പക്ഷെ എന്നിരുന്നാലും ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യം നമ്മളോട് പറഞ്ഞു തരുന്നത് ക്രിസ്തുവിൻ്റെ പെസഹാ രഹസ്യങ്ങളുടെ പൂർത്തീകരണത്തിന് മുമ്പ് തന്നെ പരിശുദ്ധ മറിയം എന്ന ഉപകരണം വഴി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുന്നതായിട്ടാണ്. ആ സന്ദർഭം നമുക്കെല്ലാവർക്കും പരിചിതമാണ്. എലിസബത്തിൻ്റെ വീട്ടിൽ കന്യാമറിയം നടത്തുന്ന സന്ദർശനാവസരമാണ്. ലൂക്കാസ് സുവിശേഷൻ പറയുകയാണ്, മറിയത്തിൻ്റെ അഭിവാദനം എലിസബത്ത് കേട്ടപ്പോൾ അവൾ പരിശുദ്ധാത്മാവാൽ പൂരിതയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ കേട്ടതിൻ്റെ ഫലമായെന്നോ കേട്ടതിനെ തുടർന്നെന്നോ ഒക്കെ വ്യാഖ്യാനിക്കാം. പരിശുദ്ധാത്മാവാൽ എലിസബത്ത് പൂരിതയായി. ഇത് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. മറിയത്തോടൊത്ത്
ആദിമ ശിഷ്യർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവരെല്ലാവരും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞു. എലിസബത്ത് മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവാൽ പൂരിതയായി. ആദി ശിഷ്യർ മറിയത്തോടൊത്ത് അല്ലെങ്കിൽ മറിയം നേതൃത്വം കൊടുത്ത പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവരായി. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ സഭയിലൊരു വലിയ മരിയൻ ദൈവശാസ്ത്രജ്ഞൻ ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്: പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കപ്പെടാത്ത അമലോത്ഭവവും കന്യകാമറിയം സൃഷ്ടിക്കപ്പെട്ട അമലോത്ഭവവുമാണ്. പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധ മറിയത്തെയും അമലോത്ഭവം എന്നാണ് വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ വിളിക്കുന്നത്. പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കപ്പെടാത്തതും പരിശുദ്ധ മറിയം സൃഷ്ടിക്കപ്പെട്ടതും. പരിശുദ്ധാത്മാവും കന്യകാമറിയവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആധിക്യം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് പറയുന്നത്. അദ്ദേഹം തുടർന്ന് പറയുകയാണ്: സൃഷ്ടിക്കപ്പെടാത്ത അമലോത്ഭവമായ പരിശുദ്ധാത്മാവ് ലോകത്തെ വിശുദ്ധീകരിക്കാനായി പ്രവർത്തിക്കുമ്പോഴൊക്കെയും അവിടുന്ന് അത് നിർവഹിക്കുന്നത് സൃഷ്ടിക്കപ്പെട്ട അമലോത്ഭവമായ കന്യകാമറിയത്തോട് അഗാധമായി ഒന്നായി ചേർന്നും അവളിലൂടെയും ആണ്. പരിശുദ്ധാത്മാവിന് നേരിട്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെടുന്നത് അവിടുത്തെ എല്ലാ പ്രവൃത്തികളും പരിശുദ്ധ മറിയത്തിലൂടെ നിർവഹിക്കുവാൻ വേണ്ടി. രക്ഷയുടെ കാരണക്കാരനായ പുത്രൻ തമ്പുരാനെ പരിശുദ്ധാത്മാവ് മനുഷ്യാവതാരത്തിലേക്ക് നയിക്കുന്നത് മറിയത്തിലൂടെയാണല്ലോ. മറിയത്തിലൂടെയാണ് മനുഷ്യാവതാരം നടക്കുന്നതെങ്കിൽ ആ മനുഷ്യാവതാരത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ഫലങ്ങളും സ്വാഭാവികമായും മറിയത്തിലൂടെയാണ് വിതരണം ചെയ്യപ്പെടേണ്ടത്. ഇതാണ് മാക്സിമിലിയൻ കോൾബെ ഇവിടെ ദൈവശാസ്ത്ര ചിന്ത. വിശുദ്ധ ജോൺ പോൾ പാപ്പ ഇപ്രകാരം ഈ യാഥാർത്ഥ്യം ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: സഭയുടെ പ്രാർത്ഥന മറിയത്തിൻ്റെ പ്രാർത്ഥനയാൽ താങ്ങി നിർത്തപ്പെടുന്നു. അത് കന്യകാമറിയത്തിൻ്റെ ജപമാല എന്ന ജോൺ പോൾ പാപ്പായുടെ തിരുവെഴുത്തിൽ പഠിപ്പിക്കുന്നതാണ്. സഭയുടെ പ്രാർത്ഥന മറിയത്തിൻ്റെ പ്രാർത്ഥനയാൽ താങ്ങി നിർത്തപ്പെടും. അപ്പോൾ മറിയത്തിൻ്റെ പ്രാർത്ഥനയാണ് സഭയുടെ പ്രാർത്ഥനയ്ക്ക് താങ്ങ്. സഭ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? സഭ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൂ: സകല മനുഷ്യരിലും യേശു ക്രിസ്തു രൂപപ്പെടണം, എല്ലാ വ്യക്തികളും രക്ഷ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമാണ് രക്ഷ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ സഭയുടെ ഏക പ്രാർത്ഥന പരിശുദ്ധാത്മാവിനാൽ എല്ലാവരും പൂരിതരാകാൻ വേണ്ടിയാണ്. നമ്മൾ ബോധപൂർവം അങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പോലും ദൈവം നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകുന്നത് അങ്ങനെ തന്നെയാണ്. ലൂക്കാ സുവിശേഷകൻ അതിപ്രകാരം നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റിയുള്ള യേശുവിൻ്റെ ദിവ്യപ്രബോധന മധ്യയാണത് പറയുന്നത്. ആ അയൽപക്കക്കാരനോട് തൻ്റെ വീട്ടിൽ വന്ന അതിഥിക്ക് അപ്പം വായ്പ വാങ്ങാൻ പോകുന്ന ഉദാഹരണം ഓർക്കുന്നുണ്ടല്ലോ.
മക്കളും എൻ്റെ കൂടെ കിടക്കയിലായതുകൊണ്ട് ഇനി എഴുന്നേറ്റ് നിന്ന് തരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ അയൽക്കാരൻ നിർബന്ധിക്കുന്നത് കൊണ്ട് എടുത്തു കൊടുക്കുന്ന ഉപമ പറഞ്ഞ ശേഷം ഈശോ ഇങ്ങനെ പറയുകയാണ്, നിങ്ങളിൽ ഏത് പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുന്നത്, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുന്നത്? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ അഥവാ പാപികളായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അപ്പോൾ സഭയുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെ താങ്ങി നിർത്തുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ പ്രാർത്ഥനയാണെന്നാണ് ഈ അപ്പോസ്തോലിക രേഖയിൽ വിശുദ്ധ ജോൺ പോൾ പാപ്പ പഠിപ്പിക്കുന്നത്. ഇവിടെ നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരമായ ജപമാല പ്രാർത്ഥനയെപ്പറ്റി ഒരു വാക്ക് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ജപമാല പ്രാർത്ഥന? ജോൺ പോൾ പാപ്പ തന്നെ പഠിപ്പിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ രേഖയിൽ പറയുകയാണ്, വിശ്വാസികൾക്ക് മുമ്പിൽ മറിയം തൻ്റെ പുത്രൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്നു നിസ്തന്ത്രമായി. അവയുടെ ധ്യാനത്തിലൂടെ രക്ഷാകര ശക്തി ഓരോരുത്തർക്കും തുറന്നു കിട്ടുന്നു. യേശുവിൻ്റെ ജീവിത രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ജപമാല അർപ്പിക്കുമ്പോൾ രക്ഷാകര ശക്തി തുറന്നു കിട്ടുന്നു. എന്താണ് രക്ഷാകര ശക്തി? നമ്മെ ഓരോരുത്തരെയും പൂർണ്ണമായി സ്വതന്ത്രരാക്കുന്ന, മോചിപ്പിക്കുന്ന ആ ശക്തി പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഇപ്പൊ ജപമാല ഉചിതമാവണ്ണം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നാം പരിശുദ്ധാത്മാവിനാൽ പൂരിതരാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജപമാല അർപ്പണം ഈ ദിവസങ്ങളിൽ ഈ പ്രത്യേകമായ ലക്ഷ്യത്തോടെ നമുക്ക് അർപ്പിക്കാം. ഓരോ ദിവ്യരഹസ്യങ്ങളും ധ്യാനാത്മകമായി ഹൃദയത്തിൽ വച്ചുകൊണ്ട് ഓരോ നന്മ നിറഞ്ഞ മറിയമേയും ചൊല്ലുമ്പോൾ നമ്മൾ മാതാവിനോട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അന്ന് മർക്കോസിൻ്റെ മാളികയിൽ കൂടിയ ആദിശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ചോദിച്ച് വാങ്ങിച്ചു കൊടുത്ത മറിയമേ, ഞാനും എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകാൻ നീ പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥനയിലെ വാക്കുകളൊന്നും നമ്മൾ മാറ്റണ്ട, പക്ഷെ അത് ഈ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് ഓരോ തവണയും ബോധപൂർവം പറയുമ്പോൾ നാം ഇതാണ് ആഗ്രഹിക്കേണ്ടത്: പരിശുദ്ധാത്മാവ് എന്നിലും എല്ലാവരിലും നിറയണമേ എന്ന്. പരിശുദ്ധാത്മാവിനെ പങ്കുവച്ചു തരാൻ ദൈവത്താൽ നിയുക്തയാണ് മറിയം. അതിനാൽ ആ പ്രാർത്ഥന ഏറ്റവും യോജിക്കുന്നതാണ്. അങ്ങനെ ആത്മാർത്ഥമായി ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ ആ പതിവുള്ള സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പുറമേ തന്നെ കഴിയുന്നിടത്തോളം ജപമാല അർപ്പിച്ച് പരിശുദ്ധാത്മാവ് നിറയാനായി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ മേൽ മാത്രം അല്ല ഈ കൃപ ചൊരിയപ്പെടേണ്ടത്, സഭ മുഴുവൻ്റെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നവമായ അഭിഷേകം ഉണ്ടാകണം. ലോകം മുഴുവൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണ ചൊരിയപ്പെടണം. അതിനുള്ള ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി മാതാവിൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കുന്ന പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളീ ആരാധന വേളയിൽ മഹിമയുടെ ജപമാല രഹസ്യങ്ങൾ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ മേലും സഭ മുഴുവൻ്റെ മേലും ലോകവാസം എല്ലാ മനുഷ്യരുടെ മേലും പരിശുദ്ധാത്മാവ് നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം.
ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങളെ പ്രാപിച്ചിടുവാൻ ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധയാം ദൈവമാതാവേ പ്രാർത്ഥിക്കണേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങളെ പ്രാപിച്ചിടുവാൻ ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധയാം ദൈവമാതാവേ പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ, അങ്ങേ ഇഷ്ടദാസിയാം മറിയത്തിൻ പ്രാർത്ഥനയാൽ എഴുന്നള്ളണേ. 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 മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടതിനാൽ തന്നെ പരിശുദ്ധാത്മാവാൽ എലിസബത്ത് പൂരിതയായിരുന്നു. മറിയത്തിന്റെ സാന്നിധ്യത്തിൽ മർക്കോസിന്റെ മാളികയിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അവിടെ കൂടിയിരുന്ന ഓരോരുത്തരുടെ മേൽ ആത്മാവ് നിറഞ്ഞില്ല. ദൈവമേ, മാതാവിന്റെ സ്നേഹവാത്സല്യം നിറഞ്ഞ മാധ്യസം തേടിക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സകലരുടെ മേലും സഭ മുഴുവന്റെ മേൽ ലോകം മുഴുവന്റെ മേലും പരിശുദ്ധാത്മാവായിരിക്കണമേ എന്ന് ഞങ്ങൾ പരിശുദ്ധാത്മാവേ വന്നിടണേ, അങ്ങേ ഇഷ്ടദാസിയാം മറിയത്തിൻ പ്രാർത്ഥനയാൽ എഴുന്നള്ളണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ, അങ്ങേ ഇഷ്ടദാസിയാം മറിയത്തിൻ പ്രാർത്ഥനയാൽ എഴുന്നള്ളണേ. പാടാം. പരിശുദ്ധാത്മാവേ വന്നിടണേ, അങ്ങേ ഇഷ്ടദാസിയാം മറിയത്തിൻ പ്രാർത്ഥനയാൽ എഴുന്നള്ളണേ. 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 ഉത്ഥാനം രഹസ്യം ധ്യാനിച്ച് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി പീഡയേറ്റ് മരിക്കുകയും നമുക്ക് ദൈവിക ജീവൻ പ്രദാനം ചെയ്യാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ഈശോയെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, പാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മഹിമയുടെ രണ്ടാം ദിവരഹസ്യം യേശു ക്രിസ്തു തന്റെ ഉയർപ്പിടെ 40-ാം ദിവസം മഹിമപ്രതാപത്തോടുകൂടെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനാകുന്നത് ധ്യാനിക്കാം. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ലോകോന്മുഖ ജീവിതത്തിൽ ഞങ്ങളെ സ്വതന്ത്രരാക്കി സ്വർഗോന്മുഖ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകേണ്ടതിനായി മാധ്യസ്ഥം വഹിക്കണമേ. മഹിമയുടെ മൂന്നാം ദിവരഹസ്യം, പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേലും പരിശുദ്ധ മറിയത്തിൻ്റെ മേലും എഴുന്നള്ളി വരുന്നത് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഒന്നു വേണം ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വലിയൊരു ദാഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുവാൻ വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. നാലാമത്തെ മഹിമയുടെ ദൈവരഹസ്യം, ആത്മശരീരങ്ങളോടുകൂടെ സ്വർഗത്തിലേക്ക് പരിശുദ്ധ മറിയം സംവഹിക്കപ്പെട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ആത്മശരീര ശുദ്ധത പൂർണ്ണമായി പാലിച്ചു ജീവിക്കത്തക്ക വിധം ഞങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയം ആയി സംരക്ഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിക്കാൻ മാധ്യസ്ഥം വഹിക്കണമേ. മഹിമയുടെ 5-ാം ദിവരഹസ്യം, സ്വർഗത്തിൻ്റെ ഭൂമിയുടെ രാജ്ഞിയായി പരിശുദ്ധ മറിയം കിരീടം ധരിപ്പിക്കപ്പെടുന്നത് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല ക്രൈസ്തവരും പ്രാർത്ഥനാ ജീവിതത്തിലും സുവിശേഷ വേലയിലും സംഭവിച്ചു പോയ മന്ദതയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തീക്ഷ്ണതയോടെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരാകാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ.
കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ജപമാലയുടെ രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ രക്ഷാകരശക്തി തുറന്നു കിട്ടുന്നു എന്ന പ്രബോധനം ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ, മാനസിക, ശാരീരിക തലങ്ങളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ, സുഖപ്പെടുത്തണമേ, രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ തിരുക്കുമാരന്റെ ഹൃദയത്തിൽ നിന്ന് സർവ്വതും മറിയത്തിന്റെ മധ്യസ്ഥതയ്ക്ക് നേടിത്തരാനാകും വിശ്വാസത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലിയർപ്പണങ്ങളും കൂദാശ ജീവിതവും കുറഞ്ഞുപോയ ഈ കാലയളവിൽ ദൈവജനത്തിന് സംഭവിച്ചു പോയ ആത്മീയ മന്ദതയിൽ നിന്ന്, ആത്മീയ ശുഷ്കതയിൽ നിന്ന് സർവരെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ച നിന്നെ 12 തീക്ഷ്ണതയോടെ കർത്താവിൽ തിരിയുവാൻ കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ സ്ത്രീഹന്മാർക്ക് സിഹിയോൻ മാളികയിൽ ആത്മീയ സഹായം കൊടുത്ത് പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തിയ മറിയമേ, സഭയ്ക്ക് നാളുകൾ നഷ്ടപ്പെട്ടു പോയ ആത്മീയ ഉണർവും ചൈതന്യവും തിരിച്ചു തരുവാനോ പ്രാർത്ഥിക്കണമേ. ജപമാല പ്രാർത്ഥന വഴി ദൈവസ്നേഹം കൊണ്ട് ഹൃദയം നിറഞ്ഞു കവിയുന്ന അനുഭവം അനേകർ കർത്താവ് കൊടുക്കുന്നു. ജപമാല പ്രാർത്ഥന ഇല്ലാതായിപ്പോയ അനേക കുടുംബങ്ങളിൽ ജപമാല പ്രാർത്ഥന പുനരാരംഭിക്കുവാനുള്ള കൃപ ദൈവം ചൊരിയുന്നു. മറിയത്തിന്റെ മാധ്യസ്ഥം തേടേണ്ട ആവശ്യമില്ല എന്ന തെറ്റിദ്ധാരണയിൽ വിശ്വാസ ജീവിതം മുരടിച്ചു പോയ 140 വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് മറിയത്തോടുള്ള പ്രാർത്ഥനയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി ഭക്തിയിലേക്ക് വളർത്തുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധികളാൽ ഹൃദയഭാരത്തിൽ അകപ്പെട്ടുപോയ ആയിരങ്ങളെ കർത്താവ് ദൈവിക സമാധാനത്തിലേക്ക്, വിശ്രാന്തിയിലേക്ക് നയിക്കുന്നു. പരിശുദ്ധ മറിയത്തിന് അർഹമായ ബഹുമാനവും സ്നേഹവും നൽകാതെ പുറന്തേച്ചു നിൽക്കുന്നവരുടെ അപരാധങ്ങൾക്ക് പരിഹാരമാകത്തക്കവണ്ണം പരിശുദ്ധ അമ്മയെ പറ്റി ഉള്ള സത്യങ്ങൾ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സമൂഹത്തിൽ കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഭവനമില്ലാതെ അലയുന്ന 3 കുടുംബങ്ങൾക്ക് ദൈവമായ കർത്താവ് ഭവനം നൽകി അനുഗ്രഹിക്കുന്നു. കുടുംബ സമാധാനം നഷ്ടപ്പെട്ട് നരകതുല്യമായ ജീവിതം നയിച്ചിരുന്ന 60 കുടുംബങ്ങളുടെ മേൽ കർത്താവിന്റെ കരുണ ചൊരിയപ്പെടുകയാണ്. ഷോൾഡർ വേദന കൊണ്ട് പൊറുതിമുട്ടിയ 11 പേരെ കർത്താവ് തൊട്ട് സുഖമാക്കുന്നു. തൊണ്ടമഴ മാറ്റി 2 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. നാളുകളായി ശ്വാസമുട്ടൽ രോഗമുള്ള 4 പേരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. പരിശുദ്ധ മാതാവിനോട് പുത്രസഹജമായ സ്നേഹവാത്സല്യം വർദ്ധിപ്പിച്ചു കൊണ്ട് ദൈവം അനേകരെ അനുഗ്രഹിക്കുന്നു. കർത്താവായ യേശുവേ, നിന്റെ രക്ഷാകര കർമ്മങ്ങളെല്ലാം നിനക്ക് നേരിട്ട് നിർവഹിക്കാൻ സാധിക്കുമായിരുന്നെങ്കിലും നിന്റെ അടുത്ത പങ്കാളിയായി, പരിത്രാണ കർമ്മത്തിന്റെ അടുത്ത സഹകാരിണിയായി പരിശുദ്ധ അമ്മയെ നീ ആദരിച്ച് സ്വീകരിച്ച് ഉപകരണമാക്കിയല്ലോ. പരിശുദ്ധ അമ്മയോടുള്ള ഞങ്ങളുടെ സ്നേഹബന്ധം വളർത്തി അമ്മയോടൊത്ത് പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാനുള്ള
അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.